കണ്ട ഒരു ഹൊറിബിൾ സ്വപ്നം വേറെ ആളുടെ ലൈഫിൽ റിയൽ ആയിട്ട് നടന്നതെന്ന് അറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ കഥ. അങ്ങനെ അനു വീണ്ടും ഈ പെൺകുട്ടീനെ സ്വപ്നം കണ്ട് രാത്രി ആയാലും എണീക്കും, ഉറക്കില്ലാണ്ടായി. അങ്ങനെ ഇവര് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഉസ്താദില്ലേ, അവര് പോയി കാണും. അവര് പറയും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലം വരെ പോയിട്ട് എന്താന്നുള്ളത് അന്വേഷിക്കണം, എന്താ പ്രശ്നം എന്നറിഞ്ഞാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ഇവര് ഈ വീട് നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഈ വീടിനെ കുറിച്ച് അന്വേഷിക്കും. ആ വീടിന്റെ പരിസരത്തുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ കുറെ കാലമായിട്ട് ഈ വീട് ഇങ്ങനെ അടച്ചിട്ടിക്കുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടീന്റെ കൊലപാതകം നടന്നുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇപ്പൊ ഉപയോഗിക്കലില്ല, ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് ഈ വീട് എന്ന് പറയും. ഇത്രയും കേൾക്കുമ്പോൾ അനു എന്നുണ്ടെങ്കിലും ഫാമിലി എന്നുണ്ടെങ്കിലും നല്ലോണം പേടിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ കുട്ടി തന്നെയാണ് സ്വപ്നത്തിൽ വരുന്ന കുട്ടി എന്ന് അറിയണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഫോട്ടോസും കാര്യങ്ങളും എങ്ങനെയാ മരിച്ചെന്നൊക്കെ ചോദിക്കും. വർഷങ്ങൾക്ക് മുന്നേ നടന്നായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആർക്കും ഈ പെൺകുട്ടി എങ്ങനെയാ മരിച്ചെന്നുള്ളതൊന്നും അറിയില്ല. കാലങ്ങളായിട്ട് ഈ വീട് ഉപയോഗിക്കാതെ ഇട്ടിക്കാണ് ഇതിന്റെ പേരിൽ എന്നുള്ളത് മാത്രമേ ഉള്ള അറിയാം. പൊതുവെ പടത്തിലല്ലോ നമ്മൾ ഇങ്ങനെ ഒരു സീനിന് ശേഷം പിന്നെ കാണാൻ അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, ക്രൈം ഫയൽ നോക്കുന്ന, ഈ കുട്ടിയുടെ ഫോട്ടോ കിട്ടുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ റിയൽ ലൈഫിൽ ഇതൊന്നും പോസിബിൾ അല്ല. അറ്റ്ലീസ്റ്റ് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതോറിറ്റിയിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും പേഴ്സൺ വേണം. ഇതിനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി ഇതിൽ ആകെ ചെയ്യാൻ പറ്റുക എങ്ങനെങ്കിലും അനു ഈ സ്വപ്നം കാണുന്നത് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവർ ഈ ഉസ്താദിനെ തന്നെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ പറയും. അപ്പൊ ഉസ്താദ് എന്തൊക്കെയാ ചെയ്തിട്ട് അനു ഈ രാത്രി എണീക്കുന്നുണ്ടല്ലോ, സ്വപ്നം കണ്ട് എണീച്ച് ഉറക്കു പോകുന്നുണ്ടല്ലോ, അത് ഇല്ലാണ്ടാക്കും. പക്ഷെ സ്വപ്നം ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ കാലമായി. പക്ഷെ സ്റ്റിൽ അനുവിന്റെ സ്വപ്നത്തിൽ ഈ പെൺകുട്ടിയും അന്ന് നടന്നിട്ടുള്ള ഇൻസിഡൻസും ഈ വീടും ഇപ്പോഴും ഉണ്ട്. അതിൽ ഏറ്റവും വലിയ മിസ്റ്ററി എന്താ വെച്ചാല്, പൊതുവെ ഇങ്ങനത്തെ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്ന കഥകളിൽ നമുക്കറിയാം ഈ സ്പിരിറ്റുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ, ഈ സ്വപ്നം കാണുന്ന ആൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവലുണ്ട്. പക്ഷെ ഈ കഥയിൽ അനുവിന് ഈ പെൺകുട്ടിയായിട്ട് കണക്ഷൻ വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് നാട്ടിലാണ് ഈ രണ്ട് പേരും ഉള്ളത്. അതും വർഷങ്ങൾക്ക് മുന്നേ മരിച്ചിട്ടുള്ള കുട്ടിയാണ്. എങ്ങനെ ആ കുട്ടി ഇവരുടെ സ്വപ്നത്തിൽ വന്നു എന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് ആർക്കും അറിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യവും പറയാം, ഈ കഥ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും ആ സോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്താന്നുണ്ടെങ്കിൽ അനുവിന് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്നുള്ളത്. ഇതറിയാൻ വേണ്ടി എന്തെങ്കിലും കൂടുതൽ ചെയ്തുകൂടായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് അപരിചിതം മൂവി കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു സീനിൽ ഞാനാണെങ്കിൽ ഞാൻ അതിൽ കാവ്യ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ എന്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ മനസ്സിലായി ഞാൻ കാവ്യ അല്ല, മറ്റവളും അല്ല, മൂന്നാമത്തെ ആളുണ്ടല്ലോ, അവർ എവിടേക്ക് പോകുമ്പോഴും വേണ്ട നമുക്കിത് ചെയ്യേണ്ട അറിയുന്ന ആളില്ലേ, ഞാനതാ. ഞാനെന്നല്ല, മോസ്റ്റ് ഓഫ് ആൾക്കാരും നമ്മളെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതന്നെ ആയിരിക്കും.